Welcome to AAA Profit Analytics weekly market view dated 3rd August. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 5th August മുതൽ 9th August വരെയുള്ള വീക്കാണ്. നമുക്ക് കഴിഞ്ഞ വീക്കിലും നമ്മുടെ മാർക്കറ്റിൽ ഈ ബജറ്റിലുണ്ടായ ഒന്ന് രണ്ട് നെഗറ്റീവായിട്ടുള്ള പ്രൊപ്പോസൽസിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ടായ സെൽ ഓഫ് കഴിഞ്ഞ വീക്കിലും ഫ്രൈഡേ വരെയും കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിലുണ്ടായിട്ടുള്ള പുതിയ ട്രേഡ് വാറിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഡീഷണൽ ആയിട്ടുള്ള 10% ലെവി കൂടെ ഓൾമോസ്റ്റ് $300 ബില്യൺ ലെവി കൂടെ ചൈനീസ് ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ അതിന് എഗൻസ്റ്റ് ചൈനയും റിട്ടാലിയേറ്റ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് എല്ലാം വന്നത് എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ്സിൽ കൂടെ ഒരു സെൽ ഓഫിന് കാരണമായി. നമ്മുടെ മാർക്കറ്റിൽ ഫ്രൈഡേ വരെയും വളരെ നെഗറ്റീവായുള്ള സെൻറ്റിമെൻറ്റ്സിലുള്ള സെൽ ഓഫ് തന്നെയാണ് നടന്നിരുന്നത്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിലുണ്ടായ പ്രൊപ്പോസൽ നമുക്കറിയാം സർചാർജ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ട്രസ്റ്റ് ഫോമിലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് കൂടെ അപ്ലിക്കബിൾ ആകുമെന്നുള്ള ഒരു ന്യൂസ് വന്നപ്പോഴാണ് മാർക്കറ്റിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് FPSന്റെ സെൽ ഓഫ് അവർ ആരംഭിച്ചത്. അതിനുശേഷം പല ഘട്ടത്തിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ സ്റ്റെബേണായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസാണ് ഇത്രയധികം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കാനുള്ള കാരണമായി തീർന്നത്. എന്തായാലും പുതിയതായിട്ടുള്ള നമുക്കറിയാം ഈ കഴിഞ്ഞ ഫ്രൈഡേയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ റെപ്രസെൻറ്റേഷൻസിനെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നപ്പോഴാണ് ഫ്രൈഡേ മാർക്കറ്റ് ഓൾമോസ്റ്റ് 10,848 എന്നുള്ള ലെവലിലേക്ക് വരെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫോട് കൂടി തന്നെ ട്രേഡ് ചെയ്തിരുന്ന മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് 10,997 വന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈവൻ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം ഈവൻ ആ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിൽ പോലും 287 പോയിന്റ്സിൻ്റെ ലോസോടുകൂടിയാണ് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നമുക്കറിയാം 12,103 എന്നൊരു ലെവലിൽ നിന്നുള്ള ഒരു സെൽ ഓഫാണ് കുറേ ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ രണ്ടാമതൊരു പ്രൊപ്പോസൽ കൂടെ ഉണ്ടായിരുന്നു 35% പബ്ലിക് ഹോൾഡിംഗ് കൂട്ടണം ലിസ്റ്റഡ് കമ്പനീസിൻ്റേത് എന്നുള്ള ഒരു പ്രൊപ്പോസൽ കൂടി ഉണ്ടായിരുന്നു. ഈ രണ്ട് പ്രൊപ്പോസൽസും ഗവൺമെൻറ് റീകൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, അതായത് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ടീസുമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇല്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ആക്ച്വലി ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ക്രാഷിലേക്ക് ഇത് നീങ്ങിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും അതിൽ നിന്നും അത്രയും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഫിനാൻസ് മിനിസ്ട്രിയിലുള്ള നമുക്കറിയാം അരുൺ ജെയ്റ്റ്ലി മാറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് പുതിയ മിനിസ്റ്റർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിർമ്മല സീതാരാമന് പറ്റിയ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയായിരിക്കും എന്നുള്ള അനലൈസ് ചെയ്യാനായിട്ട് കഴിയാതിരുന്നതുകൊണ്ടാണ് ഇത്രയും അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതും അത് ഇത്രയും ദിവസവും അതിന് റിസോൾവ് ചെയ്യാനെടുത്തതും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതിൽ ഇടപെട്ടിട്ടുണ്ട്, അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് വളരെ ഓവർസോൾഡ് ആണ് എന്നറിയാമല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും 1000 പോയിന്റോളം താഴ്ന്നാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബജറ്റിന് ശേഷം ഇത്രയും താഴ്ന്നാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഓവർസോൾഡ് ടെറിട്ടറിയിലാണ്. അവിടെ നിന്നുള്ള ഒരു റീബൗണ്ട് നമ്മൾ കഴിഞ്ഞ വീക്കിലും ബിഗിനിങ്ങിൽ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ്. ഇനി ഫ്രൈഡേ അത് കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് വീക്കിൽ ഒരു മാർക്കറ്റിന് ഒരു പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടെ ഇങ്ങനെയുള്ളൊരു ടാരിഫ് വാറിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രൈഡേ തന്നെ റീബൗണ്ട് ചെയ്ത് 11,100 മുകളിൽ ക്ലോസ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങോട്ടും മാർക്കറ്റിന് വരാൻ സാധിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇത് ഈ ഇങ്ങനെ ഒരു ടോട്ടലായിട്ടുള്ള ഈ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിഡ്രോവലോട് വന്നപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള കുറേ അധികം ഇഷ്യൂസ് നമുക്കറിയാം. കുറേയധികം സ്ട്രക്ചറലായിട്ട് ചേഞ്ചസ് കഴിഞ്ഞാണ് നമ്മുടെ നമ്മുടെ
എക്കണോമി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇപ്പോൾ നമുക്കറിയാം ഡിമോണിറ്റൈസേഷനും അതുപോലെ തന്നെ GST ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ അതുപോലെയുള്ള കുറേയധികം ചേഞ്ചസ് നമുക്ക് നടന്നതിന് ശേഷം അതുമായിട്ട് എക്കണോമിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴും പലരും അതായിട്ട് കോപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു സമയം കൊടുക്കാതെ കൂടുതൽ പുതിയ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഇൻഡസ്ട്രീസിന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സമയം കൊടുക്കാതെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റായൊരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സമയം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിന് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു 11,300 മുകളിലേക്കുള്ള ഒരു റീബൗണ്ടാണ് നമുക്ക് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. വരും ദിവസങ്ങളിൽ അതിനുള്ള ഒരു അങ്ങനെയുള്ള ഒരു റീബൗണ്ട് ഈ ലെവലിൽ നിന്നും 11,000 മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന ഒരു മന്ത്ലി ചാർട്ടാണ് നമ്മുടെ നിഫ്റ്റി 2018 പീരിയഡിൽ ഇപ്പോൾ നമുക്ക് ഇതിൽ റെക്ടാങ്കിളിൽ നമ്മൾ കാണുന്നത് നിഫ്റ്റി 11,000-നും 10,500-നും ഇടയിൽ 2018 എന്നൊരു ഫുൾ ഇയറും ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ആ ഒരു റേഞ്ചിൽ തന്നെ നിന്നുകൊണ്ട് വളരെ എപ്പോഴെങ്കിലും ഒന്നും മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിരിച്ച് ആ റേഞ്ചിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയായിരുന്നു അത്രയും സമയം നടത്തിയിരുന്നത്. അതിനുശേഷം മാർച്ച് 2019 മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയത്. അല്ലേ, അപ്പോൾ വീണ്ടും നമുക്കറിയാം കഴിഞ്ഞ ഫ്രൈഡേ വീണ്ടും 10,848 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ പഴയ ഒരു ട്രേഡിംഗ് റേഞ്ചിലേക്ക് തന്നെ 2019 വരികയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരു 11,300 ലെവലിലേക്കുള്ള റീബൗണ്ട് ഉണ്ടായാലും നമ്മുടെ എക്കണോമിയിലെ പുതിയൊരു കുറച്ച് ഉത്തേജനം നൽകാവുന്ന രീതിയിലുള്ള പോളിസീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് വരെയും വീണ്ടും ഈ ഒരു 10,500 11,000 റേഞ്ചിലുള്ള ഒരു ട്രേഡിങ്ങിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ച് വരുമെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സെൽ ഓഫിൽ നിന്നും അതിനുശേഷമുള്ള മാർക്കറ്റിലെ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള പ്രോബ്ലംസും എല്ലാം കൂടെ ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം ഓൾറെഡി മിഡ് ക്യാപ് സ്റ്റോക്സിലെല്ലാം ഓൾറെഡി ബീറ്റൻ ഡൗൺ ആയതുകൊണ്ട് അവിടെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഈ ട്രേഡിംഗ് റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിലും കുറേയധികം അവസരങ്ങൾ ഇങ്ങനെ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിലും മിഡ് ക്യാപ് സ്റ്റോക്സിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഗ്രീഡ് ആൻഡ് ഫിയർ ഇൻഡെക്സ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ്, അത് ഒന്നുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്രീഡ് ആൻഡ് ഫിയർ ഇൻഡെക്സ് ആണ്. 21.33 ഇപ്പോൾ കഴിഞ്ഞ വീക്കിലും ഗ്രീഡ് ആൻഡ് ഫിയർ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. അവിടെ ആക്ച്വലി 30ക്ക് താഴെ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു ഓവർസോൾഡ് പൊസിഷനാണ്. ഇവിടെ ഫ്രഷ് ബൈ എൻട്രി ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി നോർമൽ മാർക്കറ്റ് കണ്ടീഷൻസിലുള്ള ഇങ്ങനെയുള്ളൊരു എക്സ്ട്രീം ഫിയർ സോണിലേക്ക് മാർക്കറ്റ് വരുമ്പോഴുള്ള നമ്മുടെ ഒരു അസംഷൻ. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ മൊത്തത്തിലുള്ളൊരു മൂഡ് ടോട്ടലി ഒരു എക്സ്ട്രീം ഫിയറിൻ്റെ ഒരു മൂഡാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഒരു കോൺട്രറിയൻ ആയിട്ടുള്ള അപ്രോച്ചസ് നമുക്ക് എടുക്കാവുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ളൊരു മൂഡ് നിൽക്കുമ്പോൾ ആ സമയം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള ഒരു ഇതിനുണ്ടായിട്ടുള്ള മാർക്കറ്റിന് സെൽ ഓഫിനുണ്ടായ രണ്ട് കാരണങ്ങളായിട്ടുള്ള ഒന്ന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനുള്ള ഈ സെസ്, അതുപോലെ തന്നെ രണ്ട് കമ്പനീസിനുള്ള പബ്ലിക് ഹോൾഡിംഗ് 35% കൂട്ടുവാനുള്ള ഒരു പ്രൊപ്പോസൽ. ഇത് രണ്ട് ബജറ്റിൽ നിന്നുള്ള മേജറായിട്ട് മാർക്കറ്റിന് സെൽ ഓഫിന് കാരണമായിട്ടുള്ള ഈ രണ്ട് പ്രൊപ്പോസൽസും റിവേഴ്സലിനുള്ള ഒരു കൺസിഡറേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റിന് ഇത്രയധികം ഫണ്ട് ഔട്ട്ഫ്ലോ മാർക്കറ്റിൽ നിന്നും എന്തായാലും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എഫേർഡ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വളരെ നല്ലൊരു സിറ്റുവേഷൻ അല്ല നമ്മുടെ ഇക്കോണമി. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഈ രണ്ട് പ്രൊപ്പോസൽസും അറ്റ്ലീസ്റ്റ് ഒന്ന് ഡെഫർ ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളെങ്കിലും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സലിനുള്ള എല്ലാ മാർക്കറ്റ് മൂഡും ഇപ്പോൾ ക്ലിയർ ആണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ള ട്രേഡ് താരിഫ് ഒരു ത്രെട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നെക്സ്റ്റ് വീക്കിൽ 7th
ആണ് RBIയുടെ ബൈമന്ത്ലി മോണിറ്ററി പോളിസി റിവ്യൂ ഉള്ളത്. അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ മാർക്കറ്റിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു റീബൗണ്ട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ട്രേഡിംഗ് പൊസിഷൻസിന് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കഴിഞ്ഞ വീക്കിലെ ഇക്വിറ്റി ഉള്ള ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഓരോ ദിവസങ്ങളിൽ കാണാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോട്ടൽ സെല്ലേഴ്സാണ്, അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ദിവസവും ബയേഴ്സുമാണ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള സെൽ ഓഫിൻ്റെ ക്വാണ്ടിറ്റി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ടോട്ടൽ ഈ 5 ദിവസത്തെ എടുക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,791 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,285 ക്രോഡ്സിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും ഈ അവസരം, ഈ കറക്ഷനിൽ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നോർമലി നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് റീറ്റെയിലായിട്ടുള്ള ക്ലയൻസ്, അതായത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള പലരും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് മാർക്കറ്റ് കണ്ടീഷൻസിനെ നമുക്ക് വളരെ ഭയപ്പോടുകൂടി തന്നെയാണ് നമ്മൾ കാണുക, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ്, എവിടെ നോക്കിയാലും നെഗറ്റീവ് ന്യൂസുകൾ മാത്രമായിരിക്കും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പലപ്പോഴും നമുക്കറിയാം സ്റ്റോക്സ് വാങ്ങാനായിട്ട് ഇനിയും താഴെ പോകും എന്നുള്ളൊരു ഭയം മൂലം നമ്മൾ പലപ്പോഴും വാങ്ങാതിരിക്കുകയാണ് പലപ്പോഴും പതിവ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല സ്റ്റോക്കുകളെയും അവർ ബൈയിങ് ലെവലിൽ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുകയും അതുപോലെ ഓരോ സ്റ്റോക്കുകൾക്കും അതിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെയുള്ള പൊട്ടൻഷ്യലുള്ള എല്ലാ കാര്യങ്ങളും അവർ സ്റ്റഡി ചെയ്തതിന് ശേഷം അതിനൊരു എൻട്രി ലെവൽ നേരത്തെ തീരുമാനിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു പാനിക് സിറ്റുവേഷനിൽ ആ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റീറ്റെയിൽ ക്ലയൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന ആ ഒരു മോഡലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അവർ നേരത്തെ ഒരു പാനിക് സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കൂടുതൽ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് വളരെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെൽ ഓഫ് ഉണ്ടായ ഒരു സമയം നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ ഉണ്ടായ സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് ആ ഒരു ഡിമോണിറ്റൈസേഷന് തീരുമാനം വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഹെവി ആയിട്ടൊരു സെൽ ഓഫിലൂടെ കടന്നുപോയി കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ കണ്ടു അവിടെ പല സ്റ്റോക്കുകളും 20%, 30% ഒക്കെ താഴെ പോകുമെന്ന് കണ്ടു. പക്ഷേ 2 to 3 months കഴിഞ്ഞപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തിരിച്ച് ഈവൻ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയുണ്ടായി. ഇപ്പോൾ ഞാൻ വളരെ എക്സാമ്പിളായിട്ട് എപ്പോഴും ഞങ്ങൾ ചെയ്തിരുന്ന ഒരു പൊസിഷനാണ്. ഞങ്ങൾ ആ എഡൽവൈസ് എന്നുള്ള സ്റ്റോക്ക് 120 ലെവലിൽ ഞങ്ങൾ എൻട്രി ചെയ്തതിന് ശേഷമാണ് ആ ഡിസിഷൻ വരുന്നത്. ആ സ്റ്റോക്ക് അതിന് ശേഷം 80 വരെയൊക്കെ താഴെ പോവുകയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റോക്ക് വീണ്ടും ഒരു 85-90 ലെവലിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ആ സ്റ്റോക്ക് ഞങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത് 250ക്കും 300നും ഇടയിലുള്ള റേറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്സ് നമുക്കിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്സ് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം റീബൗണ്ട് ചെയ്തു വരും. അവിടെയുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് നിൽക്കാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കാനോ എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ 8,285 ക്രോഡ്സിൻ്റെ ബൈയിങ്ങിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ LIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം സ്റ്റോക്സ് അക്യുമുലേറ്റ് കഴിഞ്ഞ വീക്കുകളിൽ കഴിഞ്ഞ 2 ആഴ്ചയിലും നമ്മൾ ഡാറ്റ നോക്കുകയുണ്ടായി. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീക്കിലും 8,911 ക്രോഡ്സിൻ്റെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 16,000 or 17,000 ക്രോഡ്സിൻ്റെ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾമോസ്റ്റ് 17,000 ക്രോഡ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ വീക്സിൽ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും റീബൗണ്ട് ചെയ്യും. ഒരു പക്ഷേ കുറച്ച് പീരീഡ് കൺസോളിഡേറ്റ് ചെയ്തേക്കാം, പക്ഷേ വീണ്ടും റീബൗണ്ട് ചെയ്തു വരും എന്നുള്ള അവരുടെ കോൺഫിഡൻസ് ആണ് ഇതിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നമുക്കിനി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, കഴിഞ്ഞ 26 ജൂലൈയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 11,284 അതിനുശേഷം 29 ജൂലൈയിൽ 95 പോയിൻറ്റ്സ് താഴ്ന്നാണ് മൺഡേ ക്ലോസ് ചെയ്തത്. അതിനുശേഷം ട്യൂസ്ഡേയിൽ വീണ്ടും 103 പോയിൻറ്റ്സിൻ്റെ ഒരു ഷാർപ്പ് സെൽ ഓഫ് ആണ് നമ്മൾ കണ്ടത്. അതുപോലെ 31 ജൂലൈയിൽ നമുക്ക് 32 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ്, പക്ഷേ 1 ഓഗസ്റ്റിന് 138 പോയിൻറ്റ്സിൻ്റെ വീണ്ടും ഒരു ക്രാഷാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് കാണാൻ 10,848 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈഡേയിൽ ഗവൺമെൻറ് ഈ പുതിയ തീരുമാനങ്ങളിൽ കുറിച്ചുള്ള ഒരു ന്യൂസ് വന്നപ്പോൾ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള 70 പോയിൻറ്റ്സ് പോസിറ്റീവായിട്ടാണ് അന്ന് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. നമുക്കിനി നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് കൂടെ ഒന്ന് നോക്കാം. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ട്രേഡിങ്ങിൽ മാർക്കറ്റ് കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു 8 വീക്സോളമായിട്ടും ഒരു കറക്ഷനിലൂടെ കടന്നു പോവുകയാണ്. നമുക്കതിന് മുമ്പോടിയായിട്ട് 11,760 നിന്നും ഓൾമോസ്റ്റ് ഒക്ടോബർ 2018 11,760 നിന്നും 10,004 വരെയുള്ളൊരു ഷാർപ്പ് സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ നമ്മൾക്ക് ഈ ചാർട്ടിൽ കാണാം. അതായിരുന്നു അതിൻ്റെ മുമ്പുള്ള ഒരു സ്വിംഗ് ലോ വരുന്നത് 10,004 ആണ് അല്ലേ. അതിനുശേഷമാണ് 12,103 എന്നുള്ള ലെവലിലേക്ക് ഓൾമോസ്റ്റ് 2,100 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി ആയിരുന്നു മാർക്കറ്റിൽ നടന്നിരുന്നത്. അതിനുശേഷമുള്ള കറക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 10,848 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്ത് നമുക്ക് 10,800 ലെവലിൽ വളരെ കാര്യമായിട്ടുള്ള സപ്പോർട്ട്സ് ഉള്ളൊരു ലെവലാണ്. നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു റീബൗണ്ടിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ളൊരു ഏരിയ ആണ്. അതർവൈസ് നമുക്ക് ഇപ്പോഴുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് 10,800 താഴേക്ക് മാർക്കറ്റ് പോകേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 10,800 ലെവൽ എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൂടെ വരികയാണെങ്കിൽ മാർക്കറ്റിന് ആ ഒരു 10,800 എന്നുള്ള ലെവൽ ഇപ്പോഴുള്ള ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു റീബൗണ്ടിനുള്ള ഒരു പൊട്ടൻഷ്യൽ തന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ നമുക്കൊരു ഡിമാൻഡ് സപ്ലൈ സോൺ കൂടെ നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോൺ 11,222 ലെവലിൽ നിന്നുള്ളൊരു ബ്രേക്ക് വന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ ആ ലെവലിൽ നിന്നും ബ്രേക്ക് താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിന് നെക്സ്റ്റ് ഡിമാൻഡ് സോണായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ലെവലാണ് നമ്മളിപ്പോൾ കാണുന്നത്. 10,636 10,585 എന്നുള്ള ഒരു ലെവലിലാണ് നെക്സ്റ്റ് ഡിമാൻഡ് സോൺ വരുന്നത്. അപ്പോൾ 10,800 എന്നുള്ള ആ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഷാർപ്പ് സെൽ ഓഫോടുകൂടി വരികയാണെങ്കിൽ ഇതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലും ഒരു മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സൽ പോയിൻ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ മെയിനായിട്ടുള്ള ചാർട്ടിലേക്ക് കൂടെ പോകാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു 10,805 എന്നുള്ളൊരു ലെവലിലാണ് മാർക്കറ്റിന് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഇപ്പോഴുള്ളത്. ആ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിന് 10,848 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു റീബൗണ്ട് നെക്സ്റ്റ് വീക്കിൽ കണ്ടിന്യൂ ചെയ്ത് 11,154 എന്നുള്ള 200 DMAയുടെ ലെവലിലേക്ക് ഒരു മൂവ്മെൻ്റാണ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് 200 DMA പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് റാലി ചെയ്ത് 12,103 എന്നുള്ള ലെവലിലേക്ക് ഇലക്ഷൻ മുന്നോടിയായിട്ട് റാലി ചെയ്തത്. അതുപോലെ ഈ 200 DMA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് അതിന് താഴെ
ക്ലോസ് ചെയ്താലും വീണ്ടും അതിന് മുകളിലേക്ക് വന്ന് വീണ്ടും റാലിയുടെ അല്ലെങ്കിൽ ആ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും റീറ്റെയിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ 200 DMA ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്നൊരു അസംഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. പലപ്പോഴും 200 DMA ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള സ്റ്റോപ്പ് ലോസുകളെല്ലാം ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 11,154ലേക്കും അതിന് മുകളിൽ 11,327 ലെവലിലേക്കുള്ളൊരു റീബൗണ്ട് അറ്റ്ലീസ്റ്റ് ഈ പുതിയൊരു ഡെവലപ്മെൻറ്റ്സോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 11,327ലേക്കുള്ള ഒരു റീബൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 10,805 താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്ന ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിരിക്കുക 10,585 എന്നുള്ളൊരു ലെവലായിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 10,805നും 11,327നും ഇടയിലുള്ളൊരു ട്രേഡിംഗ് റേഞ്ചാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ നമുക്ക് വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം 15.18ലേക്കാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ 12.13ലായിരുന്നു. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ കറക്ഷനിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടത്, വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഒട്ടും തന്നെ സ്പൈക്ക് ഇല്ലാതെയാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള റീറ്റെയിൽ ക്ലയൻസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ചില രീതിയിലുള്ള ഒട്ടും തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ സ്പൈക്ക് ഇല്ലാതെ മാർക്കറ്റിന് ഓൾമോസ്റ്റ് 1,000 പോയിൻറ്റ്സിൻ്റെ കറക്ഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ നിന്നൊരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷനോ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കില്ല എന്നുള്ളൊരു എക്സെപ്ഷണൽ കേസാണ് ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഒരു 15 വരെയും വന്നിട്ടുണ്ട്. ആ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും നെക്സ്റ്റ് വീക്കുകളിലും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു റീബൗണ്ട് ടു 11,300 ലെവൽ എന്നുള്ളൊരു ലെവൽ തന്നെയാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നത്. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഒരു സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിനോടൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് നൽകാനുണ്ട്. നമ്മുടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റോക്കുകളും പ്രോഫിറ്റിലാണ്. അതുപോലെ തന്നെ കുറേയധികം സ്റ്റോക്കുകൾ കഴിഞ്ഞ കറക്ഷനിൽ താഴെ വന്നിട്ടുണ്ട്. നമ്മളത് കുറച്ച് ഒരു ലെവലിലും നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ എല്ലാ മൺഡേ ആണ് ഞങ്ങൾ ഈ ട്രിപ്പിൾ ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സ്റ്റോക്ക് ഞങ്ങൾ എൻട്രി ചെയ്തിരുന്നത് 1,235 ലെവലിലാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കറക്ഷനിലെ സ്റ്റോക്ക് 1,186 വരെ ഫ്രൈഡേ തന്നെ വരികയുണ്ടായി. പക്ഷെ അതിനുശേഷം സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് റാലിയോടുകൂടി ഓൾമോസ്റ്റ് 4%-ലധികം പോസിറ്റീവായി അന്ന് തന്നെ 1,267 വരെയെല്ലാം വന്നതിന് ശേഷമാണ് ആ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് നെക്സ്റ്റ് 6th ആണ് റിസൾട്ട് വരുന്നത്. അതോടുകൂടി തന്നെ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള 1,390 ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഞാൻ ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു കറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോക്ക് സെലക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള മാർക്കറ്റ് കറക്ഷനിൽ ഒരുപക്ഷെ ആ സ്റ്റോക്കുകളൊന്ന് താഴേക്ക് കറക്റ്റ് ചെയ്താലും വരും ദിവസങ്ങളിൽ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലെല്ലാം ബൈങ് വരുമ്പോൾ ആദ്യം വരുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് കറക്ഷനിൽ പാനിക് ആവരുത്. പാനിക് ആകാതെ നമുക്ക് ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിൽ തന്നെ നമ്മുടെ ടാർഗറ്റിൽ തന്നെ വിൽക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ താഴെ ലെവലിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസ് ബൈ ബിലോ ഒരു പർട്ടിക്കുലർ ലെവൽ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഈ സ്റ്റോക്ക് ബൈ ബിലോ 1,236 എന്നുള്ളതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് 1,186 വരെയും വന്നപ്പോൾ നമുക്ക് പലർക്കും 1,200-നും 1,190-ക്കും ഒക്കെ ഈ സ്റ്റോക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിന്റെ പാനിക് സിറ്റുവേഷൻസിൽ നമ്മളിങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബൈ ബിലോ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ വാങ്ങി നമുക്ക് ആ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിന് ഓൾമോസ്റ്റ് 12% ആണ് ടാർഗറ്റ് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴെ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴെ ലഭിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ
18% അല്ലെങ്കിൽ 20% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ബൈ ബിലോ എന്നുള്ള റെക്കമെൻഡേഷനായിട്ട് നമ്മൾ ട്രിപ്പിൾ ലിസ്റ്റിംഗ് ഡെയിലി ഒരു റെക്കമെൻഡേഷൻസ് തരുന്നത്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കുകൾ കൂടുതൽ വാങ്ങാനാണ് ശ്രമിക്കേണ്ടത്. പാനിക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇനി നോക്കുന്നത് ഓഗസ്റ്റ് 7th RBIയുടെ മോണിറ്ററി പോളിസി റിവ്യൂ ആണ്. അതിൽ ഒരു 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റിപ്പോ റേറ്റ് കട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ US ഫെഡറൽ റിസർവ് 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് നടത്തിയെങ്കിലും അടുത്ത വരും ദിവസങ്ങളിൽ ഇനിയൊരു റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കമന്ററി അല്ല US ഫെഡറൽ റിസർവിൽ നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റ്സ് അതിനുശേഷം ഒന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നെക്സ്റ്റ് വീക്കിൽ ഇപ്പോഴുള്ള ഈ നെഗറ്റീവ് സെന്റിമെന്റ്സിൽ നിന്നും ഒരുപക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റിമെന്റ്സിലേക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു റീബൗണ്ടിനുള്ള രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നമുക്ക് കുറച്ചുകൂടെ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് ആ ഒരു റീബൗണ്ടിൽ എങ്ങനെ പ്രോഫിറ്റ് നേടാം, എങ്ങനെ ഏതൊക്കെ സ്റ്റോക്സ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കുറച്ച് ഫാഗൻഡിൽ നിന്നൂടെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് പറയുന്നതാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മളെല്ലാ തേഴ്സ്ഡേയിലും ഓപ്ഷൻസിന്റെ എക്സ്പയറിയുടെ അന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസും റൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാറുണ്ട്. നമുക്ക് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്നത് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്ന ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റ് ചെയ്തിരുന്നത് 28,500 കോൾ ഓപ്ഷൻ 1 ഓഗസ്റ്റിന് എക്സ്പയറി ആവുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനാണ് ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്നത്. 28,500 കോൾ ഓപ്ഷൻ 50ക്ക് സെല്ല് ചെയ്ത് ഞങ്ങൾ 1 രൂപയിലാണ് കവർ ചെയ്തത്. നമുക്ക് കാണാം ആ ഒരു സെല്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റിന്റെ വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. ഒരു ലോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് വലിയ റിസ്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കന്ന് എടുക്കാൻ സാധിച്ചത് നമുക്ക് കാണാം. അതുപോലെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 5 ലോട്ട്സ് ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള മാർജിൻ നമ്മുടെ DPയിലുള്ള സ്റ്റോക്സിന് അഗേൻസ്റ്റ് ബ്രോക്കേഴ്സ് തരുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ തേഴ്സ്ഡേയിലും ഒരു 5,000 റുപ്പീസ് എങ്കിലും നേടാവുന്ന രീതിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഇതുപോലെ റൈറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗിൽ ഞങ്ങൾ അന്ന് ചെയ്തിരുന്ന ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അന്ന് 11,000 കോൾ ഓപ്ഷനാണ് 23ലാണ് ഞങ്ങൾ അന്ന് സെല്ല് ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് അതിൽ 1 റുപ്പീസിലേക്ക് തന്നെ വന്ന് അത് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു 23 എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ ഒരു ലോട്ടിൽ നമുക്ക് 1,775 പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. അതൊരു നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എല്ലാം ഒരു 10 ലോട്ട്സ് ഒക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 70,000 പ്രോഫിറ്റ് ഒന്ന് നമുക്ക് നേടാവുന്ന രീതിയിലുള്ള ഒരു ട്രേഡാണ്. എല്ലാ തേഴ്സ്ഡേയിലും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഗൈഡൻസോട് കൂടി തന്നെ ആണ് നമുക്ക് ഇങ്ങനെയുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് റൈറ്റിംഗ് ചെയ്യേണ്ടത്. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും ഒരു റിവേഴ്സൽ വരുന്നൊരു സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസോട് കൂടി നമ്മൾ എക്സിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യുന്നത്. ഓപ്ഷൻ റൈറ്റിംഗിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. പക്ഷെ അതിന് ആ റിസ്കിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് എല്ലാ തേഴ്സ്ഡേയിലും നമുക്ക് ഒരു പ്രോഫിറ്റ് നേടുന്ന ഒരു കാര്യം നമ്മളെല്ലാ വീക്ക്ലി വ്യൂവിലും ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അത് പ്രാക്ടിക്കലി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ ഗൈഡൻസോട് കൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായതാണ് നമ്മുടെ ഫിൻഡിസ്റ്റ് എന്നുള്ള ഒരു ട്രേഡ് സെറ്റപ്പിനെ കുറിച്ച്. AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പാണ് ഇത്. ഈ ട്രേഡ് സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒരു ട്രേഡിംഗ് ഫോർ ലിവിങ് എന്നുള്ള രീതിയിൽ ട്രേഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ കുറേയധികം ഓവർ ട്രേഡിംഗ് അല്ല അങ്ങനെയുള്ള ഹാബിറ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു ആ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് പഠിക്കാൻ കാര്യമായിട്ടുള്ള ഒരു എഫർട്ട് ഇല്ലാതെ തന്നെ നമ്മളൊരു ട്രേഡ് സെറ്റപ്പിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ആ ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പഠിച്ചതിന് ശേഷം സ്റ്റോക്സിന്റെ ഫ്യൂച്ചേഴ്സിലോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലോ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലോ ഒക്കെ ട്രേഡ് ചെയ്യാവുന്ന രീതിയിലുള്ള
ഒരു സെറ്റപ്പാണ് ഇത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന നമുക്കൊരു ട്രേഡുകളൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം 1 ഓഗസ്റ്റിന് മാർക്കറ്റ് കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടായ അന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു സെൽ ഓഫ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഈ ഫിൻഡിസ്റ്റിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സെൽ സിഗ്നൽ നമുക്ക് അതിനകത്ത് ലഭിക്കുന്നത്. അന്ന് നമുക്ക് ലഭിച്ചിരുന്ന സെൽ സിഗ്നലാണ് നമ്മൾ കാണുന്നത്. 11,072 നമുക്ക് ആ സെൽ സിഗ്നൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതിനുശേഷം മാർക്കറ്റ് അന്ന് 10,991 വരെയും പോവുകയുണ്ടായില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70 to 80 പോയിന്റ്സിന്റെ ഒരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിന് മുന്നോടിയായി തന്നെ നമുക്ക് ആ സെൽ സിഗ്നൽ ലഭിക്കുക. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസിന്റെ റൈറ്റിംഗ് അങ്ങനെയുള്ള പൊസിഷൻസ് കൂടെ അനലൈസ് ചെയ്തതിന് ശേഷം കൺഫർമേഷനായിട്ട് ഉള്ള ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ അന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഓഗസ്റ്റ് 4-ന് ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ അന്ന് വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറി ഡേയിലായിരുന്നു. അന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 28,800 സെൽ സിഗ്നൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം 28,140 വരെയും മാർക്കറ്റ് പോവുകയുണ്ടായില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 പോയിന്റ്സിലധികമുള്ള ഒരു ഷാർപ്പ് സെൽ ഓഫിന് മുന്നോടിയായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സെൽ സിഗ്നൽ ലഭിക്കുക. അതുപോലെ നമുക്ക് ആ ട്രേഡ് ചെയ്യാനും സാധിക്കുകയുണ്ടായി. അന്ന് 1 ഓഗസ്റ്റിന്റെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ട്രേഡ്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫ്രൈഡേയിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ബൈ സിഗ്നൽസോടുകൂടി നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ 2 ഓഗസ്റ്റിനുള്ള ഒരു ബൈ സിഗ്നലാണ്. നമുക്കറിയാം മാർക്കറ്റ് വളരെ വീക്കായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ലിന് തന്നെയാണ് അവിടെ ശ്രമിക്കുക. പക്ഷെ മാർക്കറ്റിന്റെ റിവേഴ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒരു ബൈ സിഗ്നൽ വരുന്നത് 10,915 എന്നുള്ള ലെവലിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൽ ബൈ സിഗ്നൽ ലഭിക്കുക. അതിനുശേഷം 10,990 വരെയും, അതായത് ഓൾമോസ്റ്റ് ഒരു 80 പോയിന്റ്സോളം മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 11,053 വീണ്ടും ഗവൺമെന്റ് പുതിയതായിട്ടുള്ള ഈ ബജറ്റിലെ പ്രൊപ്പോസൽസ് റീകൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നതിന് ശേഷമുള്ള ഒരു ബൈ സിഗ്നൽ കൂടെ നമുക്ക് കാണാം. 11,053 ആ ബൈ സിഗ്നൽ വരുന്നത്. അതിനുശേഷം 11,125 വരെയും, അതായത് ഓൾമോസ്റ്റ് ഒരു 70-75 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് കൂടെ നമുക്ക് അവിടെ നിന്നും വീണ്ടും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല 2 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫ്രൈഡേയിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ആ സെയിം ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചതോടെ എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 2 ഓഗസ്റ്റിന് മോർണിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ബൈ സിഗ്നൽ വരുന്നത് 28,102 അതിനുശേഷം 28,387 മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം വരുന്ന അതിനുശേഷമുള്ള ആ കറക്ഷൻ്റെതായിട്ടുള്ള സെൽ സിഗ്നൽ നമുക്ക് കാണാം. അത് ആ ട്രേഡ് ചെയ്യാതെ വീണ്ടും ആഫ്റ്റർനൂണിലുള്ള ഒരു ബൈ സിഗ്നൽ 28,465 ഒരു ബൈ സിഗ്നലിൽ ആ മൂവ്മെന്റ് 28,650 വരെയും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ്സ് എങ്കിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാവുന്ന രീതിയിലുള്ള അടുത്തൊരു മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. 2 സിഗ്നൽസ് ആണ് കൃത്യമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പൊസിഷൻസ് ട്രേഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഓപ്ഷൻസിന്റെ പൊസിഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഓപ്ഷൻ റൈറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമുള്ള ഒരു സയന്റിഫിക് മെത്തേഡിലേക്കുള്ള ട്രേഡിങ്ങിനാണ് നമ്മൾ ഈ ഫിൻഡിസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. നമുക്ക് അന്ന് തന്നെ ചെയ്തിട്ടുള്ള ഒരു 1 ഓഗസ്റ്റിന് നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ എക്സ്പയറി ഡേ ഓപ്ഷൻസിന്റെ എക്സ്പയറി ഡേ ആയിട്ടുള്ള തേഴ്സ്ഡേയിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ട്രേഡിംഗ് പൊസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്ഷൻസിൽ ഓൾമോസ്റ്റ് ഡബിൾ ഓയിൽ കൂടുതലൊക്കെ ആവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ചെയ്യാനായിട്ടും നമുക്ക് അതിന്റെ ഓപ്ഷൻ റൈറ്റിംഗ് അതുപോലെ തന്നെ മറ്റുള്ള ഓപ്ഷൻസിലുള്ള പൊസിഷൻസ് അനലൈസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നമ്മൾ അന്ന് 11,050 പുട്ട് ഓപ്ഷൻ നമുക്ക് കാണാം. ഓപ്ഷൻസിലുള്ള പൊസിഷൻസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 30 ലെവലിൽ നമുക്ക് എൻട്രി ചെയ്തതിന് ശേഷം അന്ന് ആ ഓപ്ഷന്റെ ഹൈ വരുന്നത് 175 വരുന്നത്. അപ്പോൾ ഓപ്ഷൻസിലുള്ള റൈറ്റിംഗ് പൊസിഷൻ കുറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെയുള്ള ട്രേഡുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷനിൽ 30 നിന്ന് 175 വരെയാണ് അന്ന് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 3 times ഒക്കെ പ്രോഫിറ്റ് എടുക്കാവുന്ന രീതിയിലുള്ള ട്രേഡ്സും നമുക്ക് പലപ്പോഴും എസ്പെഷ്യലി ഈ ഓപ്ഷൻസിന്റെ എക്സ്പയറി ഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ
ഫിൻഡിസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു സയന്റിഫിക് മെത്തേഡ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള 1 അല്ലെങ്കിൽ 2 ട്രേഡ് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ഒക്കെ ട്രേഡ് ചെയ്യും. ഓൾമോസ്റ്റ് എവറി ഡേ നമുക്ക് കുറേയധികം കൺട്രോൾഡ് ആയിട്ടുള്ള ട്രേഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അങ്ങനെയുള്ള ട്രേഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൻഡിസ്റ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേസമയം മാർക്കറ്റ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ബുള്ളിഷ് മാർക്കറ്റ് കണ്ടീഷൻസിൽ കുറേയധികം ട്രേഡ്സ് നമുക്ക് ഈക്വിറ്റീസിലും ഫ്യൂച്ചേഴ്സിലും എല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പാണ്. കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ അങ്ങനെ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പഠിക്കാനും കുറച്ച് ഡിസിപ്ലിനോടുകൂടി ട്രേഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നവർക്ക് ഈ സോഫ്റ്റ്വെയർ ഈ ട്രേഡ് സെറ്റപ്പ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ട്രേഡിങ്, നിഫ്റ്റി ഫ്യൂച്ചറിലാണ് കൂടുതൽ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിലാണ് കൂടുതൽ ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ട്രേഡ്സ് നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എത്രയും വൊളാറ്റൈലാണെങ്കിലും നമുക്ക് ഒന്നോ 2 റെക്കമെൻഡേഷൻസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തെങ്കിലും ടോട്ടലായിട്ട് കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു 90 പോയിന്റ്സിന്റെ പ്രോഫിറ്റോടുകൂടി തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഒരു 1-2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ പോലും നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് പെർ ലോട്ട് 6750യുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ വീക്കിൽ സാധിച്ചു. അതായത് ഒരു 10 ലോട്ട്സ് ട്രേഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം $67,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലെ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിന്റെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് ഡാറ്റ നമുക്കൊന്ന് നോക്കുമ്പോൾ കാണാം, നമുക്ക് ടോട്ടലി കഴിഞ്ഞ വീക്കിൽ ഒരു 7 ട്രേഡ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ടോട്ടലായിട്ട് 82 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 6150 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ്. അതായത് 10 ലോട്ട്സോളം ചെയ്യുന്ന ഒരാൾക്ക് ഒരു 60,000-ലധികം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് നമുക്ക് ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയിലും നിഫ്റ്റിയുടെ ഓപ്ഷൻസിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്തായാലും ഒരുപക്ഷെ കഴിഞ്ഞൊരു വർഷത്തിൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയൊരു ഷോക്കിംഗ് ആയിട്ട് തോന്നാവുന്ന രീതിയിലുള്ള ഒരു കറക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതല്ലേ. പക്ഷെ മാർക്കറ്റിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള കറക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻസ് ഇടയ്ക്ക് ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു പീരിയഡ്സിൽ ഉണ്ടാവാറുണ്ട്. അതിനുള്ളൊരു റീസൺസ്, ഏതെങ്കിലും ഒരു റീസൺസ് വരാം. ടെക്നിക്കലായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായില്ലേ, പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു 200 DMA വരെയുള്ള ഒരു കറക്ഷൻ, അങ്ങനെയുള്ള സമയത്ത് ഒരുപക്ഷെ ഷാർപ്പായിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ പെട്ടെന്നുള്ളൊരു 1 വീക്കിലൊക്കെ ഉള്ള കറക്ഷൻസ് ഇതുപോലെ വരുമ്പോൾ ലാസ്റ്റ് ലെഗിൽ വരുമ്പോൾ പല ട്രേഡേഴ്സിൻ്റെ പലരുടെയും പൊസിഷൻസ് കാര്യമായിട്ടുള്ള ലോസിലേക്ക് പോകുമ്പോൾ ബ്രോക്കിംഗ് ഹൗസുകൾ അവരുടെ പൊസിഷൻസ് ഫോഴ്സ്ഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലെഗിലുള്ള മൂവ്മെൻറ്റ് 100-200 പോയിന്റ്സിൻ്റെയൊക്കെയുള്ള ഷാർപ്പായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. കാരണം അതുപോലുള്ള മാർജിൻ ഓരോ പൊസിഷനിലുള്ള ലോസുകൾ ഓരോ ദിവസം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ബ്രോക്കിംഗ് ഹൗസുകൾ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനായിട്ട് ക്ലയൻസിൻ്റെ അക്കൗണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കും. അങ്ങനെ വരുന്നതാണ്. അങ്ങനെയുള്ള പൊസിഷൻസിൻ്റെ സ്ക്വയർ ഓഫുകളിൽ ഒരുമിച്ച് ഒരു പക്ഷേ മോർണിംഗിലൊക്കെ വരുമ്പോൾ മാർക്കറ്റ് വീണ്ടും 100 പോയിന്റ്സ് ഒക്കെ താഴെ പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു കറക്ഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തേഴ്സ്ഡേയിലും ഫ്രൈഡേയിലെല്ലാം മാർക്കറ്റിൽ കുറേയധികം അങ്ങനെയുള്ള പൊസിഷൻസ് എക്സിറ്റ് ചെയ്തപ്പോഴാണ് മാർക്കറ്റിന് ഇതുപോലെയുള്ള ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുന്നത്. ഇങ്ങനെയുള്ള സെൽ ഓഫുകളുടെ ആഫ്റ്റർനൂണിൽ നമുക്ക് പലപ്പോഴും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്നതും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെയുള്ള ഫണ്ടുമായിട്ട് ഇരിക്കുന്ന അവർ എൻട്രി ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഇങ്ങനെയുള്ളൊരു സെൽ ഓഫിന് ശേഷം മാർക്കറ്റുകൾ റീബൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് നേടുക എന്നുള്ള സ്ട്രാറ്റജി നമുക്ക് ഒരുപക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരുപക്ഷെ ഫണ്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിലും നമ്മളിങ്ങനെയുള്ളൊരു പ്രോസസ് എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് നേടുന്നത്, എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേടുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ BPCL എന്നുള്ള സ്റ്റോക്ക്, നമുക്ക് BPCLൻ്റെ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കാം. BPCL കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിന് ശേഷം 400 ലെവലിൽ നിന്നും താഴെ വന്ന്
342 ലെവലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഒരു മാർക്കറ്റിൽ ഒരു റീബൗണ്ട് വരികയാണെങ്കിൽ BPCL ഒരു 365 ലെവലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ റീബൗണ്ട് ചെയ്ത് പോകും. അങ്ങനെയുള്ള ഒരു ട്രേഡ്സ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഒരു 5 to 6% പ്രോഫിറ്റ് വളരെ ഷോർട്ട് പീരീഡിൽ നേടാവുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകൾ എൻട്രി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രസ്റ്റ് ഉള്ളതും അതുപോലെ ഷാർപ്പായിട്ട് സെൽ ഓഫിന് ശേഷം റീബൗണ്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഞാനൊന്ന് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ വാച്ച് ചെയ്യുകയെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു 5 to 6% ഒരു ഷാർപ്പ് റീബൗണ്ടിന് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ ഹീറോ മോട്ടോ കോർപ്പ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IOC, കൊടാക് ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ ഗ്രിഡ്, റിലയൻസ്, അതുപോലെ TCS എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളൊന്ന് നെക്സ്റ്റ് വീക്കിൽ ഷോർട്ട് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും ട്രേഡിങ്ങിനും ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡിങ്ങിനും ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് നോക്കാം. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഏഷ്യൻ പെയിൻറ്റ്സ്, ഗുജറാത്ത് ഗ്യാസ്, അവന്യൂ സൂപ്പർ മാർട്ട്സ്, വോൾട്ടാസ്, ICICI പ്രൂഡൻഷ്യൽ, മാരിക്കോ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.